മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും വീണയുടെ ഐ.ടി കമ്പനിയായ എക്സാലോജിക്സിനുമെതിരായ സാമ്പത്തിക കേസ് അന്വേഷണത്തിൽ മാറ്റമുണ്ടായിരിക്കുകയാണ്. എക്സാലോജിക്സിനെതിരായ നിലവിലെ ആർ.ഒ.സി അന്വേഷണം എസ്.എഫ്.ഐ.ഒയ്ക്ക് കൈമാറിയിരിക്കുകയാണ് കേന്ദ്രം. കോർപ്പറേറ്റ് മന്ത്രാലയമാണ് എക്സാലോജിക്സിനെതിരായ കേസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറിയ പുതിയ ഉത്തരവിറക്കിയത്. മുഖ്യമന്ത്രിയുടെ മകൾ മാസപ്പടി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങളാണ് എസ്.എഫ്.ഐ.ഒ അന്വേഷിക്കുക. വീണ വിജയന് കൂടുതൽ കുരുക്കാകുമെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. വലിയ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്നതാണ് എസ്.എഫ്.ഐക്ക് സാധാരണഗതിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയം നൽകാറുള്ളത്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് എസ്.എഫ്.ഐ.ഒ നടത്തുക. എക്സാലോജിക്സിന് എതിരായ എസ്.എഫ്.ഐ.ഒ അന്വേഷണ പരിധിയിൽ കെ.എസ്.ഐ.ഡി.സിയും ഉൾപ്പെടുമെന്നതാണ് മറ്റൊരു കാര്യം. എക്സാലോജിക്സ് CMRL ഇടപാട് അന്വേഷണവും എസ്.എഫ്.ഐ.ഒയുടെ പരിധിയിലായിരിക്കും. അന്വേഷണം കോർപ്പറേറ്റ് ലോ സർവീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട സംഘമായിരിക്കും നടത്തുക. നിലവിലെ ആർ.ഒ.സി അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരും എസ്.എഫ്.ഐ.ഒ അന്വേഷണ സംഘത്തിലുണ്ടാകും. അറസ്റ്റിന് അധികാരമുള്ള അന്വേഷണ ഏജൻസി കൂടിയാണ് എസ്.എഫ്.ഐ.ഒ എന്നതിനാൽ തന്നെ കേസിന് കൂടുതൽ പ്രാധാന്യമേറുകയാണ്. കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണമാണ് എസ്.എഫ്.ഐ.ഒ നടത്തുക എന്നതിൽ തന്നെ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനും അന്വേഷണം നിർണായകമാണ്. എക്സാലോജിക് കമ്പനിയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷനും കൂടി പങ്കാളിത്തമുള്ള CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് വിവാദമായ സാഹചര്യത്തിലാണ് ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ എസ്.എഫ്.ഐ.ഒ എന്ന ഏജൻസിയെ ചുമതലപ്പെടുത്തിയത്. സേവനം നൽകാതെ മാസം തോറും CMRLിൽ നിന്നും എക്സാലോജിക്കിലേക്ക് ഒരു നിശ്ചിത തുക വന്നത് മാസപ്പടിയാണെന്ന ആരോപണം കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. ഇതേ തുടർന്ന് എസ്.എഫ്.ഐ.ഒ അന്വേഷണം ആവശ്യപ്പെട്ട് PC ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ആ കേസിൽ തീർപ്പ് വരും മുമ്പേ ജോർജും മകനും BJPയിൽ ചേർന്ന ദിവസം തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചത് യാദൃച്ഛികമായി സംഭവിച്ചതായിരിക്കില്ലെന്നുള്ള വിലയിരുത്തലാണ് വരുന്നത്. എന്നാൽ അതെല്ലാം അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളായാണ് കണക്കാക്കുന്നത്. എസ്.എഫ്.ഐ.ഒ അഥവാ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എന്നത് സങ്കീർണവും ഗൗരവകരവുമായ കോർപ്പറേറ്റ് തട്ടിപ്പുകളെപ്പറ്റി അന്വേഷിക്കാൻ രൂപീകരിച്ച ഒരു അന്വേഷണ ഏജൻസിയാണ്. വ്യക്തികളെപ്പറ്റി അന്വേഷിക്കാനോ സ്വമേധയാ കേസെടുക്കാനോ ഇവർക്ക് അധികാരമില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയോ കോടതിയുടെയോ നിർദ്ദേശപ്രകാരം മാത്രമേ ഇവർക്ക് കേസെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് എസ്.എഫ്.ഐ.ഒ വരുന്നത്. അന്വേഷണങ്ങളിൽ ആദായനികുതി വകുപ്പിനെയും CBIയെയും ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കാൻ ഇവർക്ക് അധികാരമുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് തട്ടിപ്പുകൾ, പ്ലാന്റേഷൻ കമ്പനികളുടെ തട്ടിപ്പുകൾ, കമ്പനികൾ അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസങ്ങൾ, നോൺ ഫിനാൻഷ്യൽ ബാങ്കിംഗ് കമ്പനികളുടെ പരാജയം എന്നിവ ക്രമാതീതമായി കൂടിയ സാഹചര്യത്തിൽ 2003 വാജ്പേയി സർക്കാരാണ് എസ്.എഫ്.ഐ.ഒ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ 2013 കമ്പനി ആക്ട് പ്രകാരം എസ്.എഫ്.ഐ.ഒ യൂണിയൻ നിലവിൽ വരുന്നത്. അക്കൗണ്ടൻസി, ഫോറൻസിക് ബാങ്കിംഗ് നിയമം, ഇൻഫർമേഷൻ ടെക്നോളജി, ക്യാപിറ്റൽ മാർക്കറ്റ്, ടാക്സേഷൻ തുടങ്ങിയ വിവിധ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെടുന്നതാണ് ഈ അന്വേഷണ ഏജൻസി. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് എസ്.എഫ്.ഐ.ഒയെ നയിക്കുന്നത്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളിലായി 5 റീജിയണൽ ഓഫീസുകളാണ് എസ്.എഫ്.ഐക്ക് ഉള്ളത്. കമ്പനി നിയമം ലംഘിക്കുന്നവരെ ശിക്ഷിക്കാൻ കമ്പനിക്ക് അധികാരമുണ്ട്. അറസ്റ്റുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും അധികാരങ്ങളും ഡയറക്ടർക്കാണ്. കഴിഞ്ഞ 12 വർഷങ്ങൾക്കിടയിൽ നിരവധി കേസുകൾ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും 162 കേസുകൾ മാത്രമാണ് ഇവർക്ക് തീർപ്പാക്കാൻ സാധിച്ചിട്ടുള്ളൂ. പല കേസുകളിലും ഇവർ മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചിട്ടുണ്ട് എന്ന ആരോപണവും എസ്.എഫ്.ഐ.ഒക്കെതിരെയുണ്ട്. അന്വേഷണങ്ങളിൽ തീർപ്പ് കൽപ്പിച്ച പല കേസുകളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് താനും. എക്സാലോജിക്കിനെതിരായ അന്വേഷണം എവിടെയെത്തും എന്നത് കാത്തിരുന്നു കാണേണ്ടിയിരിക്കുന്നു. അതിനിടെ എക്സാലോജിക്സും CMRLും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച എസ്.എഫ്.ഐ.ഒ അന്വേഷണം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. ഇതോടെ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. തുടർന്ന് സഭാ നടപടികൾ ബഹിഷ്കരിച്ച് വാക്കൌട്ട് നടത്തുകയും ചെയ്തു. മാത്യു കുഴൽനാടൻ MLA ആണ് അടിയന്തര പ്രമേയ നോട്ടീസ് കൊണ്ടുവന്നത്. പ്ലക്കാർഡുകളും ബാനറുകളുമേന്തിയാണ് പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധിച്ചത്. കേരളം കൊള്ളയടിച്ച് PV ആൻഡ് കമ്പനി എന്നെഴുതിയ ബാനറുമേന്തിയാണ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിന്നും പുറത്തേക്ക് വന്നത്. തുടർന്ന് പ്രതിപക്ഷം പ്രധാന സഭാ കവാടത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. സ്പീക്കറുടെ ഡയസിന് മുന്നിലും പ്രതിപക്ഷം ബാനർ ഉയർത്തി. മടിയിൽ കനമില്ലെങ്കിൽ തെളിയിക്കാൻ എന്ത് ഭയം എന്നെഴുതിയ പ്ലക്കാർഡും പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിക്കാട്ടുകയുണ്ടായി. നിയമസഭയിൽ ചോദ്യോത്തരവേള തുടങ്ങിയതിന് പിന്നാലെയാണ് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത്. അടിയന്തര പ്രമേയത്തിൻ്റെ നോട്ടീസ് പോലും അനുമതി നൽകാത്ത അസാധാരണ നടപടിയാണുണ്ടായതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. എന്നാൽ ചട്ടം 53 പ്രകാരം അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാനാവില്ലെന്നാണ് സ്പീക്കർ വ്യക്തമാക്കിയത്.